ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയും വളരെ ഈസിയുമായിട്ട് നമുക്കൊരു ലഡു ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഈന്തപ്പഴം, ബദാം, കശുവണ്ടി, മത്തൻ്റെ കുരു, പിന്നെ കസ്തൂരി മത്തൻ്റെ കുരു, ഇത് കുറച്ച് വെളുത്ത എള്ള്. ഇതിനൊക്കെ പ്രത്യേകിച്ചൊരു അളവുകളില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബദാമും കശുവണ്ടിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ അരിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് നെയ്യ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം അങ്ങ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ബദാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഫ്രൈ ആക്കേണ്ട, ഒരു 3 മിനിറ്റ് മതിയാവും. അതുകൊണ്ട് തന്നെ ബദാം ഇവിടെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ലഡുവാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണ് കേട്ടോ ഇത്. നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ചെറുതായിട്ടോ അത് അല്പം കൂടി വലുതായിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ അതാ ബദാം ഏകദേശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം. ഒരുമിച്ചിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ്. ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബദാമൊക്കെ നമുക്കിവിടെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട, അത് രണ്ടും ഒരു 3 മിനിറ്റ് തന്നെ മതിയാവും. അതുകൊണ്ട് തന്നെ പിന്നെ നല്ല തിളച്ച് കിടക്കുന്ന നെയ്യാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ കശുവണ്ടിയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം ഇതെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മത്തൻ്റെ കുരുവാണ്. ഇത് എല്ലാ നല്ല നല്ല ബേക്കറികളിലൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. മത്തൻ്റെ കുരുവും അതേപോലെ തന്നെ കസ്തൂരി മത്തൻ്റെ കുരുവും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി വരും. ഈ മത്തൻ്റെ കുരുവൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങും, അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റുകയാണ്, അല്ലാതെ നമുക്ക് കോരിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതാ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈന്തപ്പഴം നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം 100% അങ്ങനെ അരച്ചിട്ടില്ല, ഒരു 90% അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ നെയ്യിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെളുത്ത എള്ളുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. എള്ള് ഇതിൽ കിടന്ന് തന്നെ ഫ്രൈ ആയിക്കോളും. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഈ സീഡ്സ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്
സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ കൂട്ടിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഒരല്പം തണുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിതിൽ സിൽവർ വാക്ക് ചേർക്കുന്നുണ്ട്. അത് ഒരിക്കലും നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഒരു നല്ല സംഭവമല്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇതിൽ ഒരെണ്ണത്തിലേക്ക് അതൊന്ന് ആക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ അതൊരു കൗതുകമാണ് ഈ സിൽവർ വാക്ക്. ഇത് സാധാരണ ചെയ്യുന്നത് ലഡുവെല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലേക്കും ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നിൽ മാത്രം ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. താങ്ക്